ജലജാടുണ്ടായിരിക്കും, വാങ്ങിയേക്കും. എന്തോ കിർത്താണ്, കൊണ്ട് കൊടുക്കട്ടെ, വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ. ഒക്കെ തിരുമ്പി ഇട്ടിക്കുന്നു. ഉത്സവമൊക്കെ കഴിഞ്ഞാൽ കൊണ്ടേടിയും പോയിട്ടുണ്ടാവൂല. ജലജേ ഇവിടെ അല്ലേ? ഇതിപ്പോ തിരിഞ്ഞ് വയ്യോട്ടിക്കട്ടെ. ഇപ്പൊ ഇവിടെ ചവിട്ടി ആടെ ചവിട്ടി എന്ന് പറഞ്ഞാണ്ട് കിർത്താണോക്ക്, എന്തോ കിർത്താ. അതാര് രുക്കോ? എന്താ അങ്ങോട്ട് വന്ന്? അത് ജലജ ഇന്നലെ മോളാർന്ന് വിരുന്ന് വന്നിനി. അന്നേരം ഓല് കൊണ്ടുവന്ന പലഹാരായിരുന്നു. ഓല് തോനെ ആള് വന്നിനി. പലഹാരോ? ഇവിടെ ആരും പലഹാരം തിന്നൂലേ? ഇനി വേണേ ആടെ എവിടെയും വെച്ചേ, അപ്പുറത്ത് കുട്ടികൾ കളിക്കാൻ വരുമ്പോ പോലെ എടുത്ത് തിന്നോളൂ. ഇവിടെ ആരും തിന്നൂല. അത് എന്തിനു ഇവിടെ ഒക്കെയാണ്? വെറുതെ കാക്കക്കും പൂച്ചക്കും കൊടുക്കാനോ? ഞാനാ കൊണ്ടുപോകും. എൻ്റെ അടുത്ത് ആടെയും കഴിയും കുട്ടികൾ കളിക്കായി, ഞാനാ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ എന്നെയാ കൊണ്ടുപോടും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളെ ആൾക്കാർ കൊണ്ടുവരുന്ന? ഇവിടെ ആരും തിന്നൂലാന്ന്. പിന്നെ എങ്ങനെ ഓരോന്ന് കൊണ്ടുവരും. ആന്നോ ആന്ന്. ഇതെന്തൊരു സാധനാണ്? ഇപ്പൊ ഉണ്ട് അങ്ങനത്തെ മനുഷ്യന്മാര്? ജാതിയും അതൊക്കെ നോക്കല്. എൻ്റെ അമ്മ അവസാനം ആരോടാ വെള്ളം കിട്ടുകയെന്ന് ആർക്കറിയാം. ഇങ്ങനെ അങ്ങനത്തെ സ്വഭാവം കൊണ്ട് നടന്നാലേ വിഗും പാരാ ഉണ്ടാകുക എന്നൊന്നും പറയാൻ പറ്റൂല. പിള്ളേർ കളിക്കാൻ വരുമ്പോൾ എടുത്തൊന്നും പോലെ എന്തിനോളം കൊലായിലെക്കണോ? ഇൻ്റെ ആടുന്ന് കൊടുത്തുകൂടെ എനിക്ക്? എൻ്റെ ആടുന്ന് പിള്ളേർക്ക് കൊടുത്താല് പിള്ളേർ ഒന്നൂലേ? എന്തൊരു സാധനമാണപ്പാ. ആട്ടെ, ഇതൊക്കെ ഓരോരോ അനുഭവം വരുമ്പം പഠിക്കും. ഓള് പഠിക്കാണ്ട് എവിടെ പോണ്? അല്ല പിന്നെ ഓരോന്നും കൊണ്ട് പാഞ്ഞു തരും. എന്തൊക്കെ അമ്മ പെറുപിറുക്കുന്നേ? ആരേനിപ്പോ വന്ന്? രുക്കുവല്ലേ? രുക്മിണീച്ചിയോ? എന്തേനു? ആടെ ആരാ വന്നിട്ട് എന്താ പലഹാരം ഏടട്ട് ഇട്ടിയെന്ന് ആരോട് വയ്ക്കുന്നു? ഏടെങ്കിലും ഇട്ട് ഉരുട്ടിയ പലഹാരം ഓല് കൊണ്ടുവരും അമ്മേ. അങ്ങോട്ട് ചെല്ല, ആടെ ഉണ്ടാവും, വാങ്ങി തിന്നു. അമ്മ എനിക്ക് തിന്നണ്ടിട്ടല്ല, ഒരാളൊരു സാധനം കൊണ്ടുവരുമ്പോ ഈ ജാതിയും അതും നോക്കിയിട്ടല്ല അത് വാങ്ങുക. അതല്ലോട്ട് ഇവിടെ ആരെയും തിന്ന വൈക്കർ പലഹാരം. ഞാൻ അതുകൊണ്ട് വേണ്ട, ആടെ വെച്ചാ കുട്ടികൾക്ക് കളിക്കാൻ വരുമ്പോ കൊടുക്കാറുണ്ട്. അത് ഓളാടെ കുട്ടികൾ വരും പറഞ്ഞു ഓളെ കൊണ്ടുപോയി. അത് അമ്മ വാങ്ങാത്തോണ്ട് ഓലാൻ കൊണ്ടുപോയി. പിന്നെ വാങ്ങാത്ത പലഹാരം ഇവിടെ വെച്ച് പോകുകയല്ലേ? ഓൾക്ക് അറിയായിട്ടൊന്നല്ല. വാങ്ങി ചെല്ല്, അവിടെ ഉണ്ടാവും വെച്ച്. എനിക്ക് വേണ്ടിയിട്ടല്ല, ഓൾക്ക് എത്ര വിഷമമുണ്ടാവും. ഓള് സ്നേഹത്തോടെ ഒന്ന് സാധനം കൊണ്ടുതരുമ്പോ അതിങ്ങനെ വേണ്ട അറിയാം. അമ്മേങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജാതിന്റെ ഇതിലൊന്നല്ല ഓരോരുത്തരെ നോക്കേണ്ടത്. ഓലും ഇവിടെ പോലെ ഒരു മനുഷ്യന്മാർ തന്നെയാ. എപ്പോഴും അമ്മക്കുള്ളതാ. ഓല് എന്തോ ഇതാണ് തിന്നല്ല, അതുകൊണ്ടാക്കി വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അമ്മ അതൊക്കെ പറഞ്ഞോ? വാങ്ങി ചെല്ല്. പെണ്ണിന് എപ്പോ ഉള്ളു അല്ലെങ്കിൽ തന്നെ ഒരു വൃത്തിയില്ലാത്തകളാ. കുളിക്കൽ തന്നെ ഉണ്ടാവുന്ന ആരോട് വയ്ക്കുന്നു അല്ലെ? പെണ്ണിന് ആരതായാലും വേണ്ടില്ല, തിന്ന് ശീല. എന്തൊരു ചൂടെടുക്കലാണേ. എന്തൊക്കെയോ അന്ന് ഇത്തിരി വെള്ളം കിട്ടിയേക്കും. ജലജ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടൂല. എന്നാലും വേണ്ടില്ല, ഇത്തിരി വെള്ളം കുടിക്കാനല്ലേ. ഇവിടെ ആരും ഉണ്ടായിക്കോ? ജലജ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂല. ഒരുപാട് ഉണ്ടായിക്കോ ഇവിടെ? എനിക്ക് ഒരടി നടക്കാൻ കഴിയില്ല, വെള്ളത്തിൻ്റെ ആഴ്ച നടത്തില്ല. എന്നാലും വേണ്ടില്ല, എൻ്റെ ഗതികേട് കൊണ്ട് ചോദിക്കട്ടെ ഇത്തിരി. ഏയ്, ഇവിടെ ആരും ഇല്ലേ മോളെ? ജലജ ഒന്നും വന്നോടൂലായിരിക്കും. മോളെ എന്തേ? ഓള് വിടല്ലാലോ. ഓള് എന്തിനാ? എന്താ കൊടുക്കാനുണ്ടോ? ഓന്റെ മോളാണല്ലോ. ഒന്നും കൊടുക്കാനല്ല, എനിക്ക് അണ്ണാക്ക് പൊട്ടിയിട്ട് ഇത്തിരി വെള്ളം കുടിക്കാനായിരുന്നു. എൻ്റെ അടുത്ത് ഇനി എത്രയോ നടക്കണ്ട, അപ്പത്തെ ആടെ എത്തൂല ഞാൻ. അത്രയും വെള്ളത്തിന് ഇതായിരിക്കുന്നു. വെള്ളം അതിനെ കൊണ്ട് കൊടുക്കാനും പറ്റൂല. ആടൊക്കെ തരാ, ഇതില് കൊടുക്കാത്ത ഏതായാലും ഇവിടെ ആരും എടുക്കല്ലോ. അടയ്ക്ക് പോയിട്ടാ കുടിച്ചാ മതി. പെണ്ണിന്റെ പേരും പറഞ്ഞ് വന്നേക്ക്. ഇതാ വെള്ളം കുടിച്ച് അതിന്റെ ഗ്ലാസ് കഴുകി ഈ അമ്മയത്താണ് അമ്മ കമത്തി വെച്ചേക്ക്, ഞങ്ങൾ പിന്നെ എടുത്തു വെക്കും. ഇവിടെ കമത്തിക്കേ ജലജേ, ഇവിടെ കമത്തി വെച്ചിക്കേ, ഞാൻ പോട്ടെ. ഇല്ല ജലജയാണെ ഞാൻ കുടിക്കൂലായിരുന്നു. ഞാൻ അത്രയും അണ്ണാക്ക് പൊട്ടിയിട്ട് കേറിപ്പോയതാ. ബാങ്കിൽ പോട്ടെ, ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് ബാഗിലിട്ട് കൊണ്ടുപോകണം. എന്താക്കാനാ, ഞങ്ങളെ ജാതിയിൽ ജനിച്ചു പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അവളോടും ചെയ്യാൻ പാടില്ല. അവള് പാവൊക്കെ ഏടെ കൊണ്ടുപോയി തീർക്കൂ. അല്ലാത്തൊരു സാധനം തന്നെ. കണ്ണിക്കാൻ തറച്ച് കെട്ടായിരുന്നു. തലവേദനയോ തല ചുറ്റലോ എന്തെല്ലാം ഉണ്ട്. നല്ല വേണ്ടിയില്ല.
ഒന്നത് മതിയെ മനുഷ്യനാവൂല. ഓ എന്തൊരു വെയിലാണേ. ഓ ബാഗിൽ വെള്ളം ഉണ്ടല്ലോ, ഒത്തിരി എടുത്ത് കുടിക്കട്ടെ. ആരോടും കഞ്ചണ്ടല്ലോ, കഴിക്കാന്നൊന്നും ആരോടും പോയി കഞ്ചണ്ടല്ലോ. ഞാൻ ദാഹത്തിന് ഇത്ര എടുത്ത് കുടിക്കാലോ. ഓ ഇനി ഉണ്ട് കൊറേ. അമ്മ എന്തോ ഒരു തലക്ക് എന്തോ ഒരു കനല്ലേ ശര. അതുപോലെ ശര. അയ്യപ്പോ. ഇതിലേ അങ്ങ് കയറട്ടെ. എന്തൊരു വെയിലാണ്. അമ്മോ ധാരാ കിടക്കുന്നേ. ജലജിയോ? ജലജ എന്തായിനു? എന്തേ തലറ്റിയതാ? വെയിലത്ത് ഇങ്ങനെ തറയ്ക്കാൻ നിന്നിട്ടല്ലേ? വെള്ളം വേണോ? എന്തോ ഒരു കണ്ണീരിട്ട് അടച്ച പോലെ. വെള്ളം വേണോ? എന്നാത്ര വെള്ളം കൊണ്ട്. വെള്ളം കുടിക്കോ നീ? എന്തായാലും വേണ്ടില്ല കൊണ്ട്. എന്റെ വെള്ളം അഞ്ചിൽ കുടിക്കാൻ നിൽക്കണ്ട, മാറട്ടെ. എല്ലാരൊക്കോ ഇതൊക്കെ വന്നോട്ട് എന്തായി നായർക്കറി പ്രഷററ്റാൻ കുറഞ്ഞ അയക്ക് കഴിഞ്ഞാ പൊന്തൂലേ. ഞാൻ അങ്ങോട്ടാകും പോകും. നീ പോട്ടെ, ഞാൻ അങ്ങ് പോകും. അല്ല ഇങ്ങോട്ടാക്കി തരാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന എന്താ ഇങ്ങോട്ടാക്കി തരാം. ഇവിടെ കയറി കുത്തിരുന്നോ. വാ ഇങ്ങോട്ട് വാ. കൊലായിലിരിക്കുക. ഇവിടെ ഇരുന്നോ. നീ പോയിക്കോ, ഞാൻ കയറും. പോയിക്കോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ചെറുപ്പിട്ട് വെള്ളം കുടിച്ചാൽ അങ്ങ് ശരിയാവും. ഇനി പോയിക്കോ. ഇപ്പൊ നേരം വൈകിയോ? ഇല്ല, എനിക്ക് നേരം വൈകൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ ജലജേ. പിന്നെ എന്നോടൊരു കാര്യം പറയാണ്ട്. ഇപ്പം ജലജേ, ജാതിന്റെയും മതത്തിന്റെയും പേരിലൊന്നും ഒരാളെ അകറ്റി നിർത്തുന്നില്ല. എല്ലാരും ഇപ്പൊ ഒരുപോലെയാ. എല്ലാരും മനുഷ്യന്മാര് തന്നെയാ. നമുക്ക് എപ്പോഴാ എവിടുന്ന ഒരാൾക്ക് വെള്ളം കിട്ടുകയെന്ന് അറിയില്ല. അതുകൊണ്ട് ആരെയും അകറ്റി നിർത്താൻ പാടില്ല. ഇപ്പം തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായില്ലേ? ഞാൻ തന്ന വെള്ളം ഇനി കുടിക്കേണ്ടി വന്നില്ലേ? പണ്ട് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെ ആയിപ്പോയതാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവൂല. ഇപ്പം തന്നെ ഇനി എല്ലാവർക്ക് വെള്ളം തന്ന് വേഗം പോയിക്കോ. ഞാൻ പോട്ടെ ജലജേ. ഇപ്പൊ എനിക്ക് മനസ്സിലായല്ലോ, അത് മതി. നല്ലതോ ചീത്തയോ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മളിലേക്ക് തന്നെ വന്നു ചേർന്നിരിക്കും. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന നമ്മുടെ തത്വചിന്തകനും ആത്മീയ നേതാവുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ നമുക്ക് ഈ നിമിഷം ഓർമ്മിക്കാം. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നമ്മൾ ഒരാളെയും വേർതിരിച്ച് കാണാതിരിക്കുക. നമ്മളെല്ലാവരും ഒരുപോലെ മനുഷ്യരാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക.